ഫുൾ ഡാമേജ് ഇത് സ്ട്രൈറ്റ് ഇല്ല, സ്ട്രൈറ്റ് ആവത്തില്ല, ഇത്ര ഉള്ളു, ഇത്ര ഉള്ളു. ഈശ്വർ മാൽപേ, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരാളാണ് ഈശ്വർ മാൽപേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ ഈശ്വർ മാൽപേയുടെ പേര് നമ്മൾ ഇങ്ങനെ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഈ ഒരു മനുഷ്യന്റെ ശരിക്കുമുള്ള ആ ഒരു കുടുംബവും അല്ലെങ്കിൽ അതിന് പുറകെയുള്ള എഫേർട്ട്, കാര്യങ്ങള് ഇതെല്ലാം നമ്മൾ ഒന്ന് തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസമാണ് മഴവിൽ കേരളം എന്ന ചാനലില് ഈശ്വർ മാൽപേയുടെയും കുടുംബത്തിന്റെയും ഒരു ഇന്റർവ്യൂ കാണാനിടയായത്. സത്യം പറഞ്ഞാല് ഇത്രയും വേദനകൾക്കിടയിൽ നിന്നും കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈശ്വർ മാൽപേ എന്ന് ലോകത്തിന് മുൻപിൽ ഇവർ കാണിച്ചു കൊടുത്തു. അതിന് ഇന്റർവ്യൂ എടുക്കാൻ പോയവർ നമ്മൾ സത്യം പറഞ്ഞാൽ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതുവരെ ആയിട്ടും ഒരാൾക്ക് പോലും ഈശ്വർ മാൽപേയുടെ അടുത്ത് പോയിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം അത്രയും സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരാളാണ് ഈശ്വർ മാൽപേ എന്ന് എനിക്ക് തോന്നി ഈ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഈ ഒരു എന്താ പറയാ കുടുംബത്തെ, ഇത്രയും മോശം അവസ്ഥയിൽ ഇരിക്കുന്ന ഈ ഒരു കുടുംബത്തെ പോലും വകവയ്ക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്ന ഈ ഒരു ഈശ്വർ മാൽപേയുടെ മനസ്സ് നമ്മൾ ആരും കാണാതെ പോകരുത്. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ ആണല്ലോ ഈ കഴിഞ്ഞ ദിവസം പലരും വന്നിട്ട് അധിക്ഷേപിക്കുകയും പൈസക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞത് എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെയധികം സങ്കടമുണ്ട്. അപ്പൊ നമുക്ക് ആ ഈശ്വർ മാൽപേയുടെ ഇന്റർവ്യൂ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. അമ്മയ്ക്ക് സുഖമില്ല, അമ്മക്കൊരു ഹാർട്ടിന്റെ ഒരു ക്യാൻസർ ആയിരുന്നു, ബ്ലഡ് ക്യാൻസർ അല്ലേ, അത് ഒരു എന്തത് ഗർഭകോശന്റെ ഉള്ളു, അത് ക്യാൻസർ. അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടായി. ആ സമയത്തില് എനിക്ക് വില പോകുന്നു. ഞാൻ 8ാം ക്ലാസ് പഠിച്ചിട്ട് നിന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ചേച്ചി ഇവിടെ ബീഡി കെട്ടണുണ്ട്, ഒരുപാട് ചിന്ന വീട്. അപ്പൊ അവൾക്ക് കല്യാണം, അവൾ പോയി വെളിയിൽ പോയി. ആ സമയത്ത് വീട്ടിലെ ആളില്ല. അപ്പൊ ഞാൻ കല്യാണമായിട്ട് എൻ്റെ മാമന്റെ മോൾ, എൻ്റെ അച്ഛൻ്റെ അനിയത്തി മോളിന് ഞാൻ കല്യാണ സമയം വന്നു. ആ സമയത്തിൽ ഒരു 25 വർഷമായി എൻ്റെ കല്യാണം കഴിച്ചിട്ട്. ഇപ്പൊ എനിക്ക് 3 കുട്ടിയുണ്ട്. ഇത് എൻ്റെ കൊണ്ടുവരട്ടി പേര് ഗീത. ഇത് കാർത്തിക്, ഇവനക്ക് വയസ്സ് 23, 23 വയസ്സ്. ഇവള് ബ്രാഹ്മി അവന്റെ പേര്. അവൾക്ക് 7 വർഷം. പിന്നെ മൂത്തവന് 24 ആയി, അവൻ മരണപ്പെട്ടിട്ടുണ്ട്. നിരഞ്ജൻ. അവന് ഇങ്ങനെ കിടന്നു, അതേപോലെ അവൾ കിടന്നിട്ട് ഇതേപോലെ ഇവിടെ തന്നെ കിടക്കുക. ഇതെല്ലാം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോ ഈശ്വർ മാൽപേ പറയുന്നത് ഇതാണ്, ഭാര്യയെയും മക്കളെയും കാണിച്ചിട്ട് മക്കള് 3 മക്കളാണ് ഈശ്വർ മാൽപേക്ക് ഉണ്ടായിരുന്നത്. അപ്പോ അതില് ഒരാളിപ്പം 23 വയസ്സുള്ള ഒരാളിപ്പം അവിടെ കിടന്നിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ 7 വയസ്സ് 8 വയസ്സുള്ള ചെറിയൊരു കുട്ടി കൂടിയാണ് അവിടെ ഉള്ളത്. അപ്പം ഇവര് രണ്ടുപേരും മാത്രമേ ഇപ്പോ ഉള്ളൂ. കാരണം 3ാമതായിട്ടുള്ള കുട്ടി എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി ഇപ്പൊ എന്റെയൊക്കെ പ്രായത്തിലായിരിക്കും അയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ മരിച്ചു പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവർ ഈ കാണുന്ന ഡിസീസാണ്. അപ്പൊ ഇതില് ആ ഒരു ഡിസീസ് എന്ന് പറയുന്നത് ഇവര് ജനറ്റിക് ആയിട്ട് ഇവരിതിൽ പറയുന്നുണ്ട്. അച്ഛന്റെ പെങ്ങളുടെ മോളെയാണ് കല്യാണം കഴിച്ചതെന്ന് പറയുന്നുണ്ട്. അച്ഛന്റെ സിസ്റ്ററിന്റെ മോളെയാണ് കല്യാണം കഴിച്ചത്. അപ്പോ അത്രയും അടുത്ത ബന്ധത്തിലുള്ള ഒരാളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ജനറ്റിക് പ്രോബ്ലങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പൊതുവെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോ അങ്ങനെയുള്ള ഇഷ്യൂസ് വന്നു. അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളും വന്നിട്ടാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ അമ്മയുടെ കാര്യം പറയുന്നുണ്ട്. അമ്മ ഈശ്വർ മാൽപേയുടെ അമ്മ മരിച്ചുപോയതാണ്. മരിച്ചുപോയെന്ന് പറഞ്ഞാൽ ഈ അടുത്ത് നമ്മുടെ അർജുനെ തിരയാൻ വരുന്നതിന് 2 ദിവസം മുൻപാണ് മരിച്ചുപോയത്. അത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. അമ്മ മരിച്ചുപോയിട്ട് 2 ദിവസം പോലും ആകുന്നതിന് മുൻപാണ് സത്യം പറഞ്ഞാൽ ഈശ്വർ മാൽപേ അർജുന് വേണ്ടിയിട്ട് തിരയാൻ വേണ്ടിയിട്ട് വന്നത്. ആ ഒരു മനുഷ്യനെ നമ്മൾ ഒരിക്കലും ക്രൂശിക്കാൻ പാടില്ല. അപ്പൊ എന്തായാലും ബാക്കി ഇന്റർവ്യൂ ഇടുന്ന് കാണാം. ரிலேஷன் எங்க அம்மா அவர அப்பா அவர அப்பா அண்ணா நம்ம அம்மா தங்கி സിസ്റ്റർ. ഇവളിപ്പോ തങ്കച്ചിനെ മോള്, എന്റെ അച്ഛന്റെ തങ്കച്ചിനെ മോള് ഇവള്. അപ്പൊ ഞാൻ റിലേഷൻ ആയല്ലേ. അപ്പൊ ഡോക്ടറെ ടെസ്റ്റ് പണി നിങ്ങളൊരു ജനറ്റിക് പ്രോബ്ലം ഉണ്ടെന്ന് ചൊല്ലി അത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അവളത് பிளட் குரூப் ஒரே மாதிரி, 2 பேரும் ஒரே மாதிரி 5 மாதிரி இருக்குது. 5 மாதிரில ஒரே குரூப் ஆகி ஜெனடிக் ப்ராப்ளமே. ഇപ്പൊ നേരത്തെ ഇതേ കുട്ടി ഞങ്ങൾ ഇപ്പൊ ഡോക്ടർ ചൊല്ലിട്ടുണ്ട്. ഇവള് 7 മാസത്തെ സമയത്തില് ഈ കുട്ടി വേണ്ട ഇതേ മാതിരിയാ വന്നു. അപ്പൊ ഇവള് കരഞ്ഞ് എന്നാ 7 മാസത്തിലെ കുട്ടിയാണ് എടുക്കത്തില്ല, ആ ജനസ്യങ്ങൾ പറവില്ല. 2 കുട്ടി ഇപ്പൊ ഓൾറെഡി ഉണ്ട്, പിന്നെ 3ാമത്തെ കുട്ടി കഷ്ടായങ്ങൾ പറവില്ല, എതുക്കിട്ടെന്ന് ചൊല്ലി. അപ്പൊ
അപ്പൊ ഇവര് പറയുന്ന ഇതാണ്, ഇവര് ജനറ്റിക് പ്രോബ്ലം വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അച്ഛന്റെ പെങ്ങളുടെ മോളെ തന്നെയാണ് കല്യാണം കഴിച്ചത്. അത്രയും അടുത്തൊരു റിലേഷൻ ആണ്. അപ്പൊ ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആകുന്ന സമയത്ത് വരുന്ന ഇഷ്യൂസ് ആണ്. അത്രയും, അതായത് ഒരേ ബ്ലഡ് ആണല്ലോ ഇവരത് വരിക. അപ്പൊ അങ്ങനെ വരുന്ന ഇഷ്യൂസ് ആണ്. അപ്പൊ എല്ലാ മക്കളും, അപ്പൊ അവർക്ക് മക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നതാണ് പറയുന്നത്. അപ്പൊ ഇവർക്ക് മാത്രമല്ല, ഇങ്ങനെ കല്യാണം കഴിക്കുന്ന പലരും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത്രയും അടുത്ത ആൾക്കാരെ, ബന്ധുക്കളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത് നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമെന്ന്. അപ്പൊ അതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഈ മാൽപ്പയും മാൽപ്പയുടെ ഭാര്യയും അത്രയും അടുത്ത റിലേറ്റീവ്സ് ആണ് കല്യാണം കഴിച്ചത്. അപ്പൊ അവർക്കുണ്ടായ മക്കളും ഈ രീതിയിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പോ ഈ 7 മാസം ആകുന്ന സമയത്ത് തന്നെ ഈ ഒരു ഇളയ കുട്ടിയുടെ കാര്യം ഇവർക്ക് മനസ്സിലായിരുന്നു, ഡോക്ടർ പറഞ്ഞായിരുന്നു. പക്ഷെ ഭാര്യ പറഞ്ഞു വേണ്ട, എന്താ പറയാ, അബോർഷൻ ചെയ്യോ കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവര് അതിനെടുത്ത്, അതായത് അവരത് പ്രസവിച്ച് നല്ല രീതിയിൽ തന്നെ നോക്കിക്കൊണ്ട് പോവുകയാണ്. இப்போ நேரத்தில் இப்ப இல்ல கொஞ்சம் வீடு வச்சேன் சரியே പിന്നെ വേല ഡെയിലി ഉണ്ട് പറവില്ല ഒരു ഡെയിലി ചോറാക്കാൻ മതി ഐശ്വര്യം വേണ്ട എനിക്ക് ചോറാക്കാൻ മതി നമുക്ക് ഐശ്വര്യം ഒന്നും വേണ്ട അങ്ങനെ അപ്പൊ നല്ലതായിട്ട് ഞങ്ങൾ സംസാരമുണ്ട് ഈ കടൽ തടിയിലെ ഈ കടപ്പതി പക്കത്തിലേ ഉണ്ട് ആ തടിയിലെ പക്കത്തില് ഞങ്ങൾ ഒരു ചിന്ന വീടായിട്ട് ആന്ത സൈഡിലുള്ള സിമെന്റ് ഇത് ഈ സൈഡിലെ ഇവിടെ മാത്രം ഇത് ഈ നിലത്തിലിട്ട് എന്താ പറഞ്ഞ ഇവർക്ക് മേൽഭാഗത്ത് ഇതിട്ട് വേറെ ആൾക്കാർ ഇട്ടുകൊട്ടത് ഇടുന്ന ആൾക്കാർ നാട്ടുകാർ ഇവൻ എപ്പോഴും മേലെ നോക്കിക്കൊണ്ട് മേൽക്കടെ ഈ കഷ്ണങ്ങൾ കണ്ണിലെ വീഴും അതിന് ഇതിട്ട് കൊടുത്തത് 3 വാട്ടി ഇവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ആൾക്കാരില്ല നമ്മുടെ നാട്ടുകാർ പിന്നെ ഇത് ഫ്രീ ആയിട്ട് ചെയ്യുന്നു അന്ന് മേലെ ഇതാക്കി കൊടുത്തത് ഇവിടുത്തെ നാട്ടുകാർ മേലെ. അപ്പൊ ഇവര് പറയുന്നത് ഇങ്ങനെയാണ്, അവർ ഓടിട്ട വീടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ്, ആ കുട്ടികൾ താഴെ കിടക്കുന്ന സമയത്ത് ഇഷ്യൂസ് വരികയും അത് കഴിഞ്ഞ് നാട്ടുകാർ തന്നെ വന്നിട്ട് മുകളിൽ ഷീറ്റോ കാര്യങ്ങളൊക്കെ ഇട്ട് അവിടെ സേഫ് ആക്കി കൊടുക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഒരാൾക്ക് തന്നെ 6000 ചെലവുണ്ട് 6000 ചെലവാ മാസത്തില് പിന്നെ അത്രേ ഉള്ളു പിന്നെ ട്രീറ്റ്മെന്റിന് നമുക്ക് പിന്നെ മാസത്തില് കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ മണിപ്പാൽ ഹോസ്പിറ്റലിൽ പോകും നമുക്ക് അവിടെ വീട്ടിൽ പറഞ്ഞാൽ നിൽക്കുന്ന 2 പേര് പോകണം ഒരു കുട്ടി കൊണ്ടുപോയി 2 പേര് ഒരാൾ പോകാനാവത്തില്ലേ ഒരു കുട്ടീനെ വിട്ടിട്ട് പോകണല്ലോ ആ സമയത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അപ്പൊ ഇതില് മാൽപ്പ വ്യക്തമായിട്ട് പറയുന്നതാണ് 10,000 രൂപയ്ക്കുള്ളിൽ ഇവർക്ക് ചെലവാകുമെന്നാണ് പറയുന്നത്, പൈസയും കാര്യങ്ങളൊക്കെ ആ ഒരു കുട്ടികളുടെ ഹോസ്പിറ്റൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോ ഇതിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, യൂട്യൂബ് ചാനൽ വഴി മാൽപ്പയ്ക്ക് എത്ര പൈസ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ മാൽപ്പയ്ക്കെതിരെ അലിഗേഷനും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത്, അല്ലെങ്കിൽ മാൽപ്പയ്ക്കും മനാഫിനെതിരെ അലിഗേഷൻസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് മാൽപ്പ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ആകെ കിട്ടുന്ന ഒരു 10,000-15,000 രൂപയാണ് യൂട്യൂബ് ചാനലിൽ നിന്നും, അതും ഞാൻ ഫ്രീ ആയിട്ട് പോയിട്ട് വർക്ക് ചെയ്തിട്ട് അല്ലാതെ ഒരാളുടെ കയ്യിൽ നിന്ന് പോലും ഒരു പൈസ പോലും വാങ്ങാതെ വർക്ക് ചെയ്ത് അത് എന്റെ ചാനലിൽ ഞാൻ ഇടുന്നു, എന്നിട്ട് ആകെ 10,000-15,000 രൂപയെ കിട്ടുന്നുള്ളൂ. അതിന്റെ അർത്ഥം ചാരിറ്റിയും കാര്യങ്ങൾക്കും ആയിട്ട് ആള് കൊടുക്കുന്നു എന്ന് പറയും. ആ ഒരു മനുഷ്യന്റെ വലിയൊരു മനസ്സാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് ആൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നിട്ടും ആ കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ആ ഒരു തുകയിൽ നിന്നും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൂടി ആൾ കൊടുക്കുന്നു പറയുമ്പോൾ ഇത്രയും മോശം അവസ്ഥയിൽ നിന്നുകൊണ്ടും ആള് എന്താ പറയുക ജീവിതത്തോട് പൊരുതിയിട്ട് ജയിക്കുവാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും പോസിറ്റീവ് ആയിട്ടുള്ള സന്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ആള് മുന്നിൽ നിൽക്കുവാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും. കാരണം ആള് ഒരു ഹാൻഡ്സ് ഓഫ് എന്ന് പറയണം ആളുടെ കാര്യത്തിന്. കാരണം ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നിന്നാണ് മാൽപ്പ വരുന്നതെന്ന് മാൽപ്പയെ കണ്ടാലും പറയില്ല. കാരണം അത്രയും ആളുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക എല്ലാവരോടുള്ള സ്നേഹവും ആളുടെ ഒരു ദയയും അല്ലെങ്കിൽ ഒരു ഇതും ഇല്ലാതെ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് ഇത് ചെയ്തു കൊടുക്കാന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും അത് പറ്റൂല. എന്നിട്ട് ഇത്രയും ചെയ്തു കൊടുത്തിട്ട് ആ ഒരു മനുഷ്യനെ അവരുടെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ ഏത് സിറ്റുവേഷനിലായിക്കോട്ടെ ആ ഒരു മനുഷ്യനൊക്കെ ക്രൂശിച്ച ആൾക്കാരോട് സത്യം പറഞ്ഞ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ടും നിങ്ങൾക്കൊക്കെ മാൽപ്പേനെ പറ്റിയിട്ടും എന്താ പറയാ ഈ മനാഫിനെ പറ്റിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയിട്ടൊക്കെ പറയുന്ന ആൾക്കാരോട് എന്താ പറയാ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തോന്നിയത് എന്നാണ് ചോദിക്കാനുള്ളത്. മലയാളികൾ എല്ലാവരും മാൽപ്പയോടുള്ള സ്നേഹം ഈ ഒരു ഇന്റർവ്യൂ വന്നതിൽ പിന്നെ ഭയങ്കരമായിട്ട് മലയാളികൾക്ക് അത് കൂടിയിട്ടുണ്ട്. അത് മാത്രമല്ല എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരേ കാര്യമുള്ളൂ, എങ്ങനെയെങ്കിലും ഈ ഒരു കുടുംബത്തെ സഹായിക്കണം, അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തെ സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇവർക്ക് വേണ്ട കാര്യങ്ങളൊന്ന് ചെയ്തു കൊടുക്കണം. കാരണം ആ ഒരു മനുഷ്യന്റെ വലിയൊരു മനസ്സ് തന്നെയാണ് ഇങ്ങനെ ഈ മലയാളികളെ കൊണ്ട് ഈ കാര്യങ്ങൾ പറയിപ്പിക്കുന്നത്. കാരണം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും തനിക്ക് കിട്ടുന്ന ഒരു 10 രൂപയാണെങ്കിൽ ആ 10ന്റെ അകത്തു നിന്നും
ഒരു 5 രൂപ മാറ്റിയിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാന്ന് പറയുന്നത് ആ ഒരു വലിയ മനസ്സ് തന്നെയാണ്. അതൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. ഇത്രയും മോശം അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും അത്രയും കഷ്ടതകൾ, മക്കളുടെ കാര്യം, എല്ലാ കാര്യവും ഇങ്ങനെ ആയിട്ട് പോലും ആ ഒരു മനുഷ്യൻ പോസിറ്റീവായിട്ടാണ് എല്ലാ കാര്യത്തെയും സമീപിക്കുന്നത്. ആ ഒരു കാര്യത്തിന് ആ ഒരു മനുഷ്യന് ബിഗ് സല്യൂട്ട് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക.